Hello, now we are going to discuss about automata. An automata is an abstract model of a digital computer. It has a mechanism for reading input. It will be assumed that the input is a string over a given alphabet written on an input file, which the automata can read but not change. ഒരു പുതിയ ടേമാണ് ഓട്ടോമാറ്റ എന്ന് പറയുന്നത്. ഓട്ടോമാറ്റ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു കമ്പ്യൂട്ടർ ലാംഗ്വേജ് ആണ്. അപ്പോൾ അതിനെ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് അബ്സ്ട്രാക്ട് മോഡൽ ഓഫ് എ ഡിജിറ്റൽ കമ്പ്യൂട്ടർ എന്നാണ്. ഓട്ടോമാറ്റിക് ഒരു മെക്കാനിസം ഉണ്ട് ഫോർ റീഡിങ് ഇൻപുട്ട്. നമ്മളൊരു ഇൻപുട്ട് കൊടുത്താൽ അത് റീഡ് ചെയ്യാൻ സാധിക്കും. ഇറ്റ് വിൽ ബി അസ്യൂം ദാറ്റ് ദ ഇൻപുട്ട് ഈസ് എ സ്ട്രിങ്. നമ്മൾ കൊടുക്കുന്ന ഒരു ഇൻപുട്ട് സ്ട്രിങ് ആയിട്ടാണ് അസ്യൂം ചെയ്യുന്നത് ഓവർ എ ഗിവൺ ആൽഫബറ്റ് റിട്ടൺ ഓൺ എൻ ഇൻപുട്ട് ഫയൽ. ഓട്ടോമാറ്റ ക്യാൻ റീഡ് ബട്ട് നോട്ട് ചേഞ്ച്. ഓട്ടോമാറ്റിക് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് റീഡ് ചെയ്യാൻ പറ്റും. It cannot change. The input file is divided into cells, each of which can hold one symbol. The input mechanism can read the input file left to right. അപ്പോൾ ഇൻപുട്ട് ഫയൽ ഡിറൈവ് ചെയ്യുന്നത് സെൽസുകളായിട്ടാണ്. ഓരോ സെല്ലും ഓരോ സിമ്പലാണ് ഹോൾഡ് ചെയ്യുന്നത്. ഇൻപുട്ട് മെക്കാനിസം ക്യാൻ റീഡ് ദ ഫയൽ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് ഫയൽ റീഡ് ചെയ്യുക. വൺ സിമ്പിൾ അറ്റ് എ ടൈം. ഒരു സിമ്പിളാണ് ഒരു ടൈമിൽ റീഡ് ചെയ്യുള്ളൂ. ദ ഇൻപുട്ട് മെക്കാനിസം ക്യാൻ ഓൾസോ ഡിറ്റക്ട് ദ എൻഡ് ഓഫ് ദ ഇൻപുട്ട് സ്ട്രിങ്. ഒരു ഇൻപുട്ട് സ്ട്രിങ്ങിൻ്റെ എൻഡും ഡിറ്റക്ട് ചെയ്യാൻ ഓട്ടോമാറ്റിക്കുള്ള മെക്കാനിസം ഉണ്ട്. ദ ഓട്ടോമാറ്റിക് ക്യാൻ പ്രൊഡ്യൂസ് ഔട്ട്പുട്ട് ഓഫ് സം ഫോം. ഇറ്റ് മേ ഹാവ് ടെമ്പററി സ്റ്റോറേജ് ഡിവൈസ് കൺസിസ്റ്റിംഗ് ഓഫ് എ അൺലിമിറ്റഡ് നമ്പർ ഓഫ് സെൽസ്, ഈച്ച് capable ഓഫ് ഹോൾഡിംഗ് എ സിംഗിൾ സിമ്പിൾ ഫ്രം ആൻ ആൽഫബറ്റ്. ഒരു ഓട്ടോമാറ്റിക് കൺസിസ്റ്റ് ചെയ്തേക്കുന്നത് ഒരു ടെമ്പററി സ്റ്റോറേജ് ഡിവൈസ് ആൻഡ് കൺസിസ്റ്റിംഗ് ഓഫ് എൻ അൺലിമിറ്റഡ് നമ്പർ ഓഫ് സെൽസ്. ഈ നമ്പർ ഓഫ് സെൽസ് ഓരോ സെൽസും capable ഓഫ് ഹോൾഡിംഗ് എ സിംഗിൾ സിമ്പിൾ ഫ്രം ആൻ ആൽഫബറ്റ്. ഓരോ സെൽസും ഈ ആൽഫബറ്റിലത്തെ ഓരോ സിമ്പിൾ ഹോൾഡ് ചെയ്യാൻ capable ആണ്. നെക്സ്റ്റ്, ദ ഓട്ടോമാറ്റ ക്യാൻ റീഡ് ആൻഡ് ചേഞ്ച് ദ കണ്ടന്റ് ഓഫ് ദ സ്റ്റോറേജ് സെൽ. Finally, the automata has control unit, which can be in any one of the finite number of internal states and which can change the state in some defined manner. Automata can read and change the content of the storage cell. അപ്പോൾ കണ്ടന്റ് ഓഫ് സ്റ്റോറേജ് സെല്ലിലുള്ള കണ്ടന്റിനെ ഓട്ടോമാറ്റിക് റീഡ് ചെയ്യാനും ചേഞ്ച് ചെയ്യാനും പറ്റും. ദെൻ ദിസ് കൺട്രോൾ യൂണിറ്റ്, ഫൈനലി ദ ഓട്ടോമാറ്റ ഹാസ് കൺട്രോൾ യൂണിറ്റ് വിച്ച് ക്യാൻ ബി ഇൻ എനി വൺ ഓഫ് എ ഫൈനൈറ്റ് നമ്പർ ഓഫ് ഇൻറ്റേർണൽ സ്റ്റേറ്റ്സ്. അത് ഏതെങ്കിലും ഒരു 5 ഇൻറ്റേർണൽ സ്റ്റേറ്റിലാവും, ബട്ട് ഇറ്റ് ക്യാൻ ചേഞ്ച് ഇറ്റ് സ്റ്റേറ്റ്സ് ഇൻ ഡിഫൈൻഡ് മാനർ. അത് അതിൻ്റെ ഡിഫൈൻഡ് ആയിട്ടുള്ള ടൈമിൽ അത് സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഈ ഫിഗറിൽ ഒരു ഇൻപുട്ട് ഫയൽ ഉണ്ട്, കൺട്രോൾ യൂണിറ്റ് ഉണ്ട്, സ്റ്റോറേജ് ഡിവൈസ് ഉണ്ട്, ഔട്ട്പുട്ട് ഉണ്ട്. അപ്പോൾ നമ്മൾ കൊടുക്കണ ഇൻപുട്ട് ഫയൽ ആദ്യം കൺട്രോൾ യൂണിറ്റിൽ പോയിട്ട് അത് സ്റ്റോറേജ് ഡിവൈസിൽ സ്റ്റോർ ചെയ്യും. പിന്നെ അത് റീഡ് ചെയ്ത് ഡിറ്റക്ട് ചെയ്ത് തിരിച്ച് കൺട്രോൾ യൂണിറ്റിൽ തന്നെ എത്തിയിട്ട് നമുക്കൊരു ഔട്ട്പുട്ടായിട്ട് തിരിച്ചു വരും. അങ്ങനെയാണ് നമുക്ക് കൊടുക്കുന്ന ഒരു ഇൻപുട്ടിന് ഔട്ട്പുട്ട് ഉണ്ടാവുന്നത്. Next, an automata is assumed to operate in a discrete time frame. At any given time, the control unit is some internal state and the input mechanism is scanning a particular symbol on the input file. അപ്പോൾ ഒരു ഓട്ടോമാറ്റ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഡിസ്ക്രീറ്റ് ടൈം ഫ്രെയിമിലാണ്. അറ്റ് എനി ഗിവൺ ടൈം ദ കൺട്രോൾ യൂണിറ്റ് ഈസ് സം ഇൻറ്റേർണൽ സ്റ്റേറ്റ്. കൺട്രോൾ യൂണിറ്റ് ഒരു ഇൻറ്റേർണൽ സ്റ്റേറ്റിലായിരിക്കണം. ആൻഡ് ദ ഇൻപുട്ട് മെക്കാനിസം ഈസ് സ്കാനിങ് എ പെർട്ടിക്കുലർ സിമ്പിൾ ഓൺ ദ ഇൻപുട്ട് ഫയൽ. ഇൻപുട്ട് മെക്കാനിസം എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ഒരു ഇൻപുട്ടിൻ്റെ ഫയലിലെ ഒരു സിമ്പിൾ, പെർട്ടിക്കുലർ സിമ്പിളിനെ സ്കാൻ ചെയ്യുന്നതിനെയാണ് ഇൻപുട്ട് മെക്കാനിസം എന്ന് പറയുന്നത്. The internal state of the control unit at the next time step is determined by the next state or transmission function. അപ്പോൾ നമ്മളൊരു ഇൻപുട്ട് നമ്മൾ ഗിവൺ ടൈമിൽ കിട്ടണമെങ്കിൽ അതിൻ്റെ ഇൻറ്റേർണൽ സ്റ്റേറ്റിൻ്റെ അടുത്ത ലെവലിലേക്ക് പോകണം. അതിനെ നമ്മൾ ട്രാൻസ്മിഷൻ ഫംഗ്ഷൻ എന്നാണ് വിളിക്കുന്നത്. This transmission function gives the next state in terms of the current state, the current input symbol, and the information currently in the temporary storage.
During the transition from one type interval to next, output may be produced or the information in the temporary storage change. The term configuration will be used to refer to a particular state of the symbol unit, input file and the temporary storage. The transition of an automata from one configuration to the next will be called a move. So the internal state of the control unit at the next time നമ്മൾ ഡിറ്റർമിൻ ചെയ്തേക്കുന്നത് ട്രാൻസിഷൻ ഫംഗ്ഷൻ എന്നാണ്. ഈ ട്രാൻസിഷൻ ഫംഗ്ഷൻ gives the next state in terms of the current state. നമുക്ക് നെക്സ്റ്റ് സ്റ്റേറ്റിൽ gives the next state എന്തിൻ്റെ ടേംസിലൊക്കെ കറണ്ട് ഇൻപുട്ട് സിമ്പിളിൻ്റെ ഇൻഫർമേഷൻ കറൻ്റ്ലി ഇൻ ദ ടെമ്പററി സ്റ്റോറേജിലുള്ള ഇൻഫർമേഷൻ നമ്മൾ കറണ്ട് ഇൻപുട്ട് സിമ്പിളിലത്തെയും കറണ്ട് സ്റ്റേറ്റിലെയും നെക്സ്റ്റ് സ്റ്റേറ്റിൻ്റെ ഇൻഫർമേഷൻ നമ്മൾ ട്രാൻസ്മിഷൻ ഫംഗ്ഷനിലൂടെ നമുക്ക് ലഭിക്കും. ഡ്യൂറിങ് ദ ട്രാൻസിഷൻ ഫ്രം വൺ ടൈപ്പ് ഇൻ്റർവൽ ടു നെക്സ്റ്റ് ഔട്ട്പുട്ട് മേ ബി പ്രൊഡ്യൂസ്ഡ് ഓർ ദ ഇൻഫർമേഷൻ ഇൻ ദ ടെമ്പററി സ്റ്റോറേജ് ചേഞ്ച്. അപ്പോൾ നമ്മളൊരു ട്രാൻസിഷൻ നടക്കുമ്പോൾ ഒരു ഇൻ്റർവൽ ടൈപ്പ് ഓഫ് ഇൻ്റർവൽ ടു അടുത്ത ഇൻ്റർവലിലേക്ക് ഒരു ട്രാൻസിഷൻ നടക്കുമ്പോൾ ചിലപ്പോൾ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ടെമ്പററി സ്റ്റോറേജിലുള്ള ഇൻഫർമേഷൻ ചേഞ്ച് ചെയ്യാം. The term configuration will be used to refer to the particular state of control unit, input file and the temporary storage. നമ്മളതിനെ കോൺഫിഗറേഷൻ എന്നാണ് റെഫർ ചെയ്യുന്നത്. The transition of the automata from one configuration to the next will be called a move. അപ്പോൾ ഒരു മൂവ് എന്ന് പറഞ്ഞാൽ ഒരു കോൺഫിഗറേഷനിൽ നിന്ന് അടുത്ത കോൺഫിഗറേഷനിലേക്ക് മാറുന്നതിനെയാണ് ഒരു ഓട്ടോമാറ്റ ഫ്രം വൺ കോൺഫിഗറേഷൻ ടു നെക്സ്റ്റ്, അതിനെയാണ് നമ്മളൊരു മൂവ് എന്ന് വിളിക്കുന്നത്. നമുക്ക് ഡിറ്റർമിനിസ്റ്റിക് ഓട്ടോമാറ്റ ഉണ്ട്, നോൺ ഡിറ്റർമിനിസ്റ്റിക് ഓട്ടോമാറ്റ ഉണ്ട്. അപ്പോൾ ഒരു ഡിറ്റർമിനിസ്റ്റിക് ഓട്ടോമാറ്റ ഈസ് വൺ വിച്ച് ഈച്ച് മൂവ് ഈസ് യുണീക്കലി ഡിറ്റർമിൻഡ് ബൈ ദ കറൻറ്റ് കോൺഫിഗറേഷൻ. അപ്പോൾ ഒരു മൂവ് യുണീക്കലി എന്ന് പറഞ്ഞാൽ ഒരെണ്ണമായിട്ട് ഡിറ്റർമിൻ ചെയ്യുന്നത് ബൈ കറൻറ്റ് കോൺഫിഗറേഷനിലൂടെ യുണീക്കലി ഡിറ്റർമിൻ ബൈ കറൻറ്റ് കോൺഫിഗറേഷനിലാണെങ്കിൽ അതൊരു ഡിറ്റർമിനിസ്റ്റിക് ഓട്ടോമാറ്റ ആണ്. ഇഫ് വി നോ ദ ഇൻറ്റേർണൽ സ്റ്റേറ്റ്, ദ ഇൻപുട്ട് ആൻഡ് ദ കണ്ടന്റ് ഓഫ് ടെമ്പററി സ്റ്റോറേജ്, വി ക്യാൻ പ്രെഡിക്റ്റ് ദ ഫ്യൂച്ചർ ബിഹേവിയർ ഓഫ് ആൻ ഓട്ടോമാറ്റൻ എക്സാക്ട്ലി. നമുക്കപ്പോൾ ഒരു ഇൻറ്റേർണൽ സ്റ്റേറ്റ്, ദ ഇൻപുട്ട്, കണ്ടന്റ് ഓഫ് ടെമ്പററി സ്റ്റോറേജ് ഒക്കെ അറിയുമെങ്കിൽ നമുക്കൊരു ഫ്യൂച്ചർ ബിഹേവിയർ ഓഫ് ദ ഓട്ടോമാറ്റ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെയൊക്കെ ഒരു ഇൻറ്റേർണൽ സ്റ്റേറ്റിൻ്റെയും ഇൻപുട്ടിൻ്റെയും കണ്ടന്റ് ഓഫ് ദ ടെമ്പററി സ്റ്റോറേജിനെയും കുറിച്ച് നമുക്കൊരു അത്യാവശ്യം അറിയുമെങ്കിൽ നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കുമെന്ന് ഒരു പ്രഡിക്ഷൻ നടത്താൻ പറ്റും. പിന്നെ നോൺ ഡിറ്റർമിനിസ്റ്റിക് ഓട്ടോമാറ്റ ആണ് ഇവിടെ പറയുന്നത്. നോൺ ഡിറ്റർമിനിസ്റ്റിക് ഓട്ടോമാറ്റ, ദിസ് ഈസ് നോട്ട് സോ. അറ്റ് ഈച്ച് പോയിന്റ് എ നോൺ ഡിറ്റർമിനിസ്റ്റിക് ഓട്ടോമാറ്റ മേ ഹാവ് സെവറൽ പോസിബിൾ മൂവ്. അപ്പോൾ ഡിറ്റർമിനിസ്റ്റിക് ഓട്ടോമാറ്റയിൽ യുണീക്കലി വൺ മൂവ് ഉണ്ടാവുള്ളൂ. ഇതിൽ നോൺ ഡിറ്റർമിനിസ്റ്റിക് ആകുമ്പോൾ സെവറൽ മൂവ്സ് ഉണ്ടാവും. സോ വി ക്യാൻ ഓൺലി പ്രെഡിക്റ്റ് ദ സെറ്റ് ഓഫ് പോസിബിൾ ആക്ഷൻസ്. അപ്പോൾ നമുക്കിവിടെ ആക്ഷൻസ് മാത്രമാണ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. An automata whose output response is limited to a symbol yes or no is called an acceptor. ഇനി നമ്മളൊരു acceptor ആണ് പറയുന്നത്. acceptor എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനെ കുറിച്ച് ഔട്ട്പുട്ട് റെസ്പോൺസ് ഇൻപുട്ട് കൊടുത്തിട്ട് നമ്മൾക്ക് കിട്ടണ ഔട്ട്പുട്ടിനെ യെസ് ഓർ നോ എന്നുള്ളത് രീതിയിൽ നമുക്ക് റെസ്പോൺസ് തരുന്നതിനെയാണ് acceptor എന്ന് പറയുക. Presented with an input string, and acceptor either accepts or rejects it. In more general, automata capable of producing strings of symbols as output is called transducer. അപ്പോൾ acceptor എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് സ്ട്രിങ്ങിനെ അക്സെപ്റ്റ് ചെയ്യുമോ അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യുമോ എന്നുള്ള കാര്യം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ അക്സെപ്റ്റേഴ്സ് ഉണ്ടാവുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ യെസ് ഓർ നോ ആണ് തരിക. അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ യെസ്, റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ നോ. ദെൻ ട്രാൻസ്ഡ്യൂസർ എന്ന് പറഞ്ഞൊരു ടേം ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ
more general, automata capable of producing strings of symbols as output. നമുക്ക് കിട്ടുന്ന ഒരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസിങ് സ്ട്രിങ്സ് ഓഫ് സിമ്പിൾസ് ആയിട്ടാണ് ഓട്ടോമാറ്റിക് ക്യാപ്പബിൾ ആവണമെങ്കിൽ അതിനെയാണ് ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.